ഹലോ, ഞാൻ രോഹിണിയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഒരു ബിയർ അടിക്കാം. ആ ഓക്കെ. വാവയല്ലേ? അതെ, പുറത്തൊരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ അടുത്തേക്കൊന്ന് വരും. എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ, വണ്ടിക്കകത്തുണ്ട്. ഒന്ന് വരും. അതെ എടോ, ഇതൊന്ന് നോക്ക്, ഞാൻ പുറത്തു എടുക്കാം. ശരി സാർ. അടുത്തുണ്ട്, വെളി തന്നെ ഉണ്ട്. ഇതിലെ എവിടെ? വണ്ടിക്കകത്തുണ്ട്. എന്താ കാര്യം? ബാറായോണ്ട് ഇറങ്ങാത്ത, വണ്ടിക്കകത്തിരിക്കുക. പേടിച്ചു പോയി. പിന്നെ പേടിക്കാതെ, അവർ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്കാന്ന്. ഞാനാദ്യം വിശ്വസിച്ചില്ല. എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ നാടകം? വിളിച്ചാൽ വരുമെന്നറിയാം, എന്നാലും അതല്ലല്ലോ. ചില കാര്യങ്ങൾ നീ അറിയാനുണ്ട്. നമ്മുടെ ടൗണാണ്, ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇവർ നിന്നെ പൊക്കിയത്. അവർക്കാകും ഇതുപോലെ. ഒരു മനുഷ്യൻ അറിയാതെ നിന്നെ പൊക്കും. ആ, നമ്മുടെ ആളുകളൊക്കെ എത്തിയില്ല. ഒന്നുമില്ലേ, വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാനാകെ പേടിച്ചു പോയി, ആരാന്നറിഞ്ഞില്ല. അതാണ് പിറകത്തന്നെ വന്നത്. ഇനി ഈ മണ്ടത്തരം കാട്ടരുത്. കൊണ്ടുപോയത് മറ്റവന്മാരായിരുന്നെങ്കിൽ നീയും തീർന്നു പോകും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആവേശം മാത്രം പോരാ, ആലോചനയും വേണം. അതുകൊട്ടെ, ഇനി മേലാല് ഇമാതിരി സ്ഥലത്ത് നീ പോകാൻ നിൽക്കരുത്. നളിനേട്ടാ, നിങ്ങൾ എന്തോന്നീ പറയുന്നത്? എനിക്ക് വീടും പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? വീട് പൂട്ടിയിരിക്കണ്ട, പക്ഷെ നീ ബാറി പോകരുത്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നീ. നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട്. സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത്. പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി, മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പണി വേണ്ട. ഇതേതാ ഈ വീട്? ഇതും നമ്മുടെ ഒരു വീടാണ്. ഞാൻ ഇറങ്ങുക, എനിക്ക് പോയാൽ ബൈക്ക് എടുക്കണം. ആശുപത്രിയിലേക്ക് ഒരു ഓട്ടം പോകാനാണ്. ആരാണ്? എവിടെ നിന്നാണ്? ഞാൻ ബാബുട്ടി. വാപ്പയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രി പോണം. ഏത് ബാബുട്ടി? ഞാനാ കുന്നുപുറത്തെ, ഗൾഫിലുള്ള. പറഞ്ഞിരിക്കുന്ന നേരമില്ല. ഒന്ന് വാപ്പക്ക് എന്ത് പറ്റിയാണ്? നെഞ്ചുവേദനടാ, ഒന്ന് വേഗം വന്നേ. വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ വേറെ വണ്ടി വിളിക്ക്. അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന്. വേഗം വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ വരില്ല. എടാ, വാതിൽ തുറക്ക്. എനിക്ക് സ്ഥിരം ഉണ്ടായിരുന്ന ഓട്ടം പോലും ഇപ്പൊ ഇല്ലാണ്ടായി. ഇനി ഈ നാട്ടിൽ നിന്ന് ആരും കയറുന്നു പോകില്ല. വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും. എടാ വാവേ, നീ അറിഞ്ഞില്ലേ, നമ്മുടെ കുന്നുംപുറത്ത് പാപ്പുടിയുടെ വാപ്പ മരിച്ചു. ഇന്ന് കാലത്ത് അറ്റാക്കായിരുന്നു.
നീ വിളിച്ച അവൻ എടുക്കും. വിഷമിക്കില്ല, അവനിങ്ങ് വരുമെന്നേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനാ പറഞ്ഞ ഇന്നലെ കഥക് തുറക്കണ്ടെന്ന്. അത് പാരാന്ന് എങ്ങനെ അറിയാ? ഈശ്വര, എന്റെ കൊച്ചിന്ന് എവിടെ പോയി കിടക്കുവാണോ? വാവയാണ് വാവ. ഡാ, നീ ഇതെവിടെയാടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കുഞ്ഞുമോൾ എന്നെ വിളിച്ചിരുന്നു, ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ. ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ, ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ വേഗം വന്ന്. നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു? അല്ലടാ ബാവുട്ടി. എടാ, അതൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ. നീ ഇങ്ങോട്ട് വന്ന്. പേടിക്കണ്ട, അവനിപ്പോ വരും. നേരമല്ല വണ്ടി മുമ്പിക്കുന്നത് കാണാം. എടാ ഷാജാനെ, എടാ എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ചേട്ടനോട് അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വീട്ടിലുമില്ല. കുഴപ്പമാക്കോ നല്ലട്ടാ? ഏയ്, എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവൻ്റെ ഒരു മനസ്സോറക്കല് എന്തായിരിക്കോ പറയാൻ പോകുന്നത്? നല്ലതായിട്ട് അവനൊന്ന് വരട്ടി വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവൻ വീണ്ടും ഇടകേറുണ്ടാക്കണ ലക്ഷണം ഉണ്ടാ. നമ്മളെ അവൻ വല്ലതും പറഞ്ഞാല് വിടരുത് സുലൈമാനെ. പിന്നല്ലാതെ പറഞ്ഞാ പിന്നെ അർത്ഥോളണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ? ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയി.